വെൽക്കം ടു amiyaskitchen. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയുടെ റെസിപ്പി പരിചയപ്പെടാം. നോർമൽ പിസ്സ അല്ല, ഒരു പാൻകേക്ക് പിസ്സയാണ്. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. അതിലേക്ക് നമുക്കൊരു 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പൊടി എടുക്കുന്ന ആ ഒരു അളവിൽ തന്നെ പാലും എടുത്താൽ മതിയാവും. പിന്നെ പാലും എഗ്ഗും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലിന് പകരം നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടികൾ കുറച്ചായിട്ട് ചേർത്തായിട്ട് നന്നായിട്ട് ഒട്ടും കട്ടില്ലാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സയിൽക്കുള്ളതിൻ്റെ ടോപ്പിങ്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കൊണ്ടുള്ള ടോപ്പിങ്സ് ആണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ പേസ്റ്റ് കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് വഴറ്റി കൊടുക്കുക. ഇനി ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് ഇതിൻ്റെ കളറൊന്ന് മാറണ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തുകായിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ടൊന്ന് വറ്റി ചിക്കൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആവണ വരെ നമുക്കിതൊന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പക്ഷെ ഞാനിതിലേക്ക് കുറച്ച് സബോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സബോളയും ക്യാപ്സിക്കും നമുക്ക് നേരിട്ട് പിസ്സയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിതിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. വാടണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിൽ നിന്ന് ഒരു 1.5 കയ്യിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പിസ്സയുടെ ടോപ്പിങ്സ് വെച്ച് കൊടുക്കാം. പിസ്സയുടെ ടോപ്പിങ്സ് വെക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക, അതല്ലെങ്കിൽ തീ ഏറ്റവും കുറവിലാക്കിയിട്ട് വേണം ടോപ്പിങ്സ് വെച്ച് കൊടുക്കാൻ, അതല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ പിസ്സയുടെ സോസ് ആക്കി കൊടുക്കാം. പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിസ്സ സോസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കണം. അതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന ചിക്കൻ്റെയും സബോളയുടെയും ക്യാപ്സിക്കത്തിൻ്റെ ആ മിക്സും കൂടി വെച്ച് കൊടുക്കാം. ടോപ്പിങ്സൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളി നീളത്തിലരിഞ്ഞതും കുറച്ച് ജലപ്പിനോ പെപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഒലീവ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ, കുറച്ച് കൊത്തുമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു മൂടിയായിട്ട് ഈ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന വരെയും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പറ്റുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്